أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون صدق الله العلي العظيم إلهي لست للفردوس أهلا ولا أكوى على نار الجحيم فهب لي توبة تغفر ذنوبي فإنك غافر الذنب العظيم وله سيدنا ومولانا محمد. കരുണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാമെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫുസ് സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുഭവിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും റബ്ബ് തആല വിട്ടുകൊടുത്ത് മാപ്പാക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ നല്ല ഒരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ സൃഷ്ടാവിന്റെ ഇംഗിതത്തിലായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും സിയാറകൾ പലതവണ നിർവഹിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഈത്തപ്പനത്തോട്ടങ്ങളുടെയും മുന്തിരി വള്ളികളുടെയും ഹരിത ചാമരങ്ങൾക്കിടയിൽ പരിശുദ്ധമായ മക്കായുടെ മരുപ്പറമ്പിൽ വച്ച് പുണ്യപ്രവാചകർ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ മൈതാനിയിൽ വെച്ച് നടത്തിയ ഹജ്ജത്തുൽ വിദാ എന്ന പേരിൽ വിടവാങ്ങൽ ഹജ്ജ് എന്ന പേരിൽ അറിയപ്പെട്ട ആ പരിശുദ്ധമായ ഹജ്ജ് വേളയിൽ നടത്തിയ പ്രഭാഷണമായിരുന്നു. ജബലുർ റഹ്മ, കാരുണ്യത്തിന്റെ കുന്ന് എന്ന പേരിൽ അറിയപ്പെട്ട പരിശുദ്ധമായ ആ മലയുടെ അടുക്കൽ നിന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രഖ്യാപനം പോലെ അതിന് മുമ്പോ ശേഷമോ ഇതുവരെ ഒരു ചരിത്ര പ്രഖ്യാപനം നടന്നിട്ടില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഥവാ UDHR 1948 ഡിസംബർ 10 പാരീസിൽ വെച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലി വിളിച്ചു ചേർത്ത ആ മഹത്തായ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രഭാഷണം ഉൾക്കൊണ്ടിട്ടായോ എന്ന് നമുക്ക് ചരിത്ര വസ്തുതകൾ പരിധി നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. ആദ്യമായി ഇതുപോലെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ മറ്റൊരു വ്യക്തിയെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അറഫാ ദിനം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു സംഭവമാണ് ഈ അറഫ എന്ന് പറയുന്നത്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരാഭാരം പോലെ പടർന്നു കിടക്കുന്ന വിശ്വാസി സമൂഹത്തോട്
അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് അവിടെന്ന് പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം. നിങ്ങളുടെ സ്വന്തം ശരീരത്തെ എത്രത്തോളം മഹത്വത്തോടു കൂടിയാണോ കാണുന്നത്, അതുപോലെ തന്നെയാണ് മറ്റുള്ളവന്റെ ശരീരവും. അതുകൊണ്ട് ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം. അതുകൊണ്ട് മറ്റുള്ളവന്റെ രക്തം, അവന്റെ മുതല്, അവന്റെ സമ്പത്ത് എല്ലാം നിങ്ങൾക്ക് ഹറാമാണ്. അവന്റെ അഭിമാനത്തെ നിങ്ങൾ പിച്ചി ചീന്തരുത്. കഹുറുമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കഹുറുമതി യൗമിക്കും ഹാദാ, ഇന്നത്തെ ദിവസത്തിന് നിങ്ങൾ എത്രമാത്രം മഹത്വം നടത്തുന്നുണ്ട്, എത്രമാത്രം മഹത്വം നൽകുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവന്റെ അഭിമാനത്തിനും അവന്റെ മുതലിനും അവന്റെ രക്തത്തിനും വിലയുണ്ട് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ ഫീ ബലദിക്കും ഹാദാ, ഈ നാടിന് എത്രമാത്രം ബഹുമാനമുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ പുണ്യഗേഹം നിലകൊള്ളുന്ന പരിശുദ്ധമായ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈ നാട് അള്ളാഹു ആദരിച്ച നാടാണ്. ഈ നാട് അള്ളാഹു ഒരുപാട് മഹത്വങ്ങളും ഔന്നിത്യങ്ങളും സ്ഥാനമാനങ്ങളും നൽകിയ നാടാണ്. ഈ നാടിന് നിങ്ങൾ എത്രമാത്രം മഹത്വം കൊടുക്കുന്നുണ്ട്. മക്കക്കാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അതുപോലെ തന്നെ മറ്റുള്ളവന്റെ അഭിമാനത്തിനും രക്തത്തിനും അവന്റെ മുതലിനും എല്ലാം നിങ്ങൾ വില കൊടുക്കണം, ബഹുമാനിക്കണം എന്ന് പ്രവാചകർ പറയുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഹജ്ജ് ഉൾക്കൊള്ളുന്ന ഈ ദുൽഹിജ്ജ മാസത്തിന് നിങ്ങൾ എത്രമാത്രം മഹത്വം നൽകുന്നുണ്ടോ, എത്രമാത്രം ആദരവ് നൽകുന്നുണ്ടോ, അതുപോലെ തന്നെ മറ്റുള്ളവന്റെ അഭിമാനത്തിനും അവന്റെ രക്തത്തിനും അവന്റെ മുതലിനും എല്ലാം നിങ്ങൾ വില നൽകണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്ര പ്രഖ്യാപനം നടത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, അതുപോലെ ഇന്നേ വരെ ഒരു മാനുഷികമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ആരും അതുവരെ നടത്തിയിട്ടില്ല എന്ന ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ സുന്ദരമായ അധ്യാപനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകർ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ മറ്റുള്ള സമൂഹത്തെ നിങ്ങൾ പരിഹസിക്കരുത്. ഒരു സമൂഹം മറ്റുള്ള സമൂഹത്തെ പരിഹസിക്കരുത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് ഓതിയിട്ട് അവിടെന്ന് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, പരിഹാസം എന്നുള്ളത് നമ്മൾ ഇന്നൊരു ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ ആ ആളെ കുറിച്ചുകൊണ്ട് എന്തെല്ലാം തരത്തിൽ പറഞ്ഞുണ്ടാക്കാൻ പറ്റുമോ അതുപോലെ പറഞ്ഞുണ്ടാക്കും. സോഷ്യൽ മീഡിയയുടെ കാലങ്ങൾ വന്നതോടുകൂടിയിട്ട് വെറുതെ അങ്ങ് എഴുതിവിട്ടാൽ മതിയല്ലോ, പിന്നെ ഗ്രൂപ്പുകളിൽ നിന്നുകൊണ്ട് ഗ്രൂപ്പുകളിലേക്ക്, നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് അങ്ങനെ ചേക്കേറിയിട്ട് ആ മനുഷ്യന്റെ അഭിമാനം തകർന്ന് വീഴുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ സുഖത്തിന്റെ കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് ചെറുതല്ല. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഒരുപക്ഷെ നിങ്ങൾ മോശക്കാരായി കാണുന്ന ആളുകളുണ്ടല്ലോ, അവര് നിങ്ങളെക്കാളും ഹൈറായവരായിരിക്കും. പടച്ച തമ്പുരാന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരായിരിക്കും അവര്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ആക്ഷേപിക്കരുത്, മറ്റുള്ളവരെ പരിഹസിക്കരുത്. നമ്മുടെയൊക്കെ നാടുകളിലുള്ള അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? ഞാനൊരു നാട്ടിൽ ചെന്നപ്പോ അവിടെ 12 ആളുകളുണ്ട് മുഹമ്മദ് എന്ന് പേരുള്ളവർ. ഈ 12 പേർക്കും 12 ഇരട്ട പേരുകളാണ്. ചിലർക്ക് പച്ചക്കറിയുടെ പേര്, ചിലർക്ക് നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ പേര്, അതുപോലെ ഒരാൾക്ക് അല്പം രോമം കൂടുതലുണ്ട്. അപ്പോ അയാളെ വിളിക്കുന്നത് ഒരു മൃഗത്തിന്റെ രോമം കൂടുതലുള്ള ഒരു മൃഗത്തിന്റെ പേരാണ്. ഇതുപോലെ നമ്മുടെ നാടുകളിൽ പല ആളുകളെയും നമ്മൾ ഇരട്ട പേരിട്ടുകൊണ്ട് വിളിക്കുമ്പോ, അവരെ ആക്ഷേപിക്കുമ്പോ, അവർക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഹുജറാത്തിന്റെ സുന്ദരമായ ആയത്ത് ഓതിയിട്ട് പഠിപ്പിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ പരിഹാസ വാക്കുകൾ പറയരുത്. അതുപോലെ വലാ നിസാഉം മിൻ നിസാഇൻ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുന്ന, പെണ്ണുങ്ങളോട് പ്രത്യേകമായിട്ട് പറയുകയാണ് ഈ സ്ത്രീകളെ. കാരണം സ്ത്രീകളുടെ ഇടയിലാണ് അത്തരത്തിലുള്ള പരിഹാസങ്ങളും ആക്ഷേപങ്ങളും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകം വിളിച്ചുകൊണ്ട് പറയാണ് വലാ നിസാഉൻ, സ്ത്രീകളെ മിൻ നിസാഇൻ അസാ അയ്യകുൻ ഖൈറൻ മിൻഹുന്ന, ഒരുപക്ഷേ നിങ്ങളെക്കാളും ഖൈറായവരായിരിക്കും മറ്റുള്ളവര്. അതുകൊണ്ട് അവരെ നിങ്ങൾ പരിഹസിക്കരുത്. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ കുത്തുവാക്കുകൾ പറയരുത്. പലപ്പോഴും നമ്മൾ കുത്തുവാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനടക്കം നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള കുത്തുവാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കരുത്. മറ്റുള്ളവന് നോവുന്ന സമയത്ത്, അവന്റെ മനസ്സ് വേദനിക്കുന്ന സമയത്ത് പടച്ച തമ്പുരാനോടെങ്ങാനും അവൻ കണ്ണീരൊഴുക്കിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ അല്ലാഹു ഉടനെ സ്വീകരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അക്രമം എന്ന് പറയുന്നത് അത് കൈകൊണ്ടുള്ള അക്രമമായിക്കൊള്ളണമെന്നില്ല, വാളുകൊണ്ടുള്ള അക്രമമായിക്കൊള്ളണമെന്നില്ല. നാവ് കൊണ്ടുള്ള അക്രമത്തിന് മൂർച്ച കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ചുകൊണ്ട് മറ്റുള്ളവരെ നിങ്ങൾ ആക്ഷേപിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ മാനവിക സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വിശ്വാസികളായ ആളുകളെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തിട്ട് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളാണ്. എന്നാൽ ആ ഈമാൻ സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത്, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നടത്തുന്നത് എത്രമാത്രം മോശകരമായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ, നിങ്ങൾ ഖേദിച്ച് മടങ്ങിയില്ലെങ്കിൽ, സൃഷ്ടാവായ തമ്പുരാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഴിഞ്ഞുപോയ ഗതകാല ജീവിതത്തെ അപരാധങ്ങളെ ഓർത്തുകൊണ്ട്, കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ പാതകങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ അക്രമികളിൽ പെട്ടവനാണ് എന്നുള്ള വിശുദ്ധമായ ഖുർആനിന്റെ സുന്ദരമായ അധ്യാപനം ഓതിയിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഹജ്ജത്തുൽ വദാഇന്റെ ആ വേളയിൽ വെച്ചുകൊണ്ട് മാനുഷികമായ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രഭാഷണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയപ്പോൾ ലോകം ഇതുവരെ അതുപോലെയുള്ള മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രഭാഷണം ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ, കിബ്ബണിനെ പോലെയുള്ള ചരിത്രകാരന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ആ പ്രസംഗം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നതിനെ പറ്റിയാണ്. മൂല്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു ഗുണമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫീ കുല്ലി കബ്ദിൻ റിത്ബത്തിൻ അജ്ർ, നിങ്ങൾ ഏതൊരു വ്യക്തിക്ക് ഗുണം ചെയ്താലും, അത് മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ, ആർക്ക് ഗുണം ചെയ്താലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതൊരു വ്യക്തിക്ക് ഗുണം ചെയ്താൽ അവനൊരു പക്ഷേ ദൈവനിഷേധിയായിരിക്കും, ഒരുപക്ഷെ അവൻ നിന്നെ ഉപദ്രവിക്കുന്നവരായിരിക്കും, എന്നാലും അവന് നീ ഗുണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം നിനക്കുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം വരുന്നത്.
ഒരു ഗുരുവിനോട് ശിഷ്യൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അല്ലയോ ഗുരു, എന്റെ ജീവിതത്തിൽ ധാരാളം സമ്പത്ത് വന്നിട്ടുണ്ട്, എനിക്ക് അഭിജാത്യങ്ങളും പ്രൗഢിത്തങ്ങളും എമ്പാടുമുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു സന്തോഷം ലഭിക്കുന്നില്ല, ഒരു സമാധാനം കിട്ടുന്നില്ല. എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, പക്ഷേ സന്തോഷകരമായ ഒരു ജീവിതം എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഗുരു പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മോനെ, സമ്പത്തല്ല ജീവിതത്തിന് സന്തോഷം നൽകുന്ന കാര്യം, മറിച്ച് ജീവിത മൂല്യങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ, മാനുഷികമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിന് സന്തോഷം കിട്ടുന്നതെന്ന് ആ ഗുരു ശിഷ്യനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ചൻ നമ്പ്യാര് പറയുന്നുണ്ട്, പണത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്, പണം എന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണമെന്നുള്ളത് ദൂരത്താകും. പണം നമ്മുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത് ഗുണങ്ങൾ, മാനുഷികമായ മൂല്യങ്ങൾ നമ്മൾ മറന്നുപോകും. പിന്നെ നമ്മൾ സെൽഫിഷായി മാറും. സ്വന്തം കാര്യങ്ങൾ, അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമയത്ത് മാനുഷികമായ മൂല്യങ്ങളെ മറന്നുപോകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, പണമെന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണമെന്നുള്ളത് ദൂരത്താവും. പണവും ഗുണവും ഒന്നിച്ചാൽ പണി എന്നുള്ളത് ബോധിക്കണം എന്ന് കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞതുപോലെ പണം മാത്രമല്ല, ഗുണവും ഉണ്ടാകണം. മാനുഷികമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. മൂല്യമില്ലാത്ത മനുഷ്യൻ കേടുവന്ന മുട്ടയെ പോലെയാണ്. ഒരു മുട്ട അത് ഒരുപാട് ഗുണമുള്ളതാണ്, ഒരുപാട് അതിനെ പറ്റിയിട്ട് വിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആൽ ഇംറാൻ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ മുട്ട മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് പ്രോട്ടീനുകൾ സമ്മാനിക്കുന്ന, ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ്. എന്നാലോ ഒരു കോഴിമുട്ട കേടുവന്നാൽ പിന്നെ അതിന്റെ അവസ്ഥ എന്താണ്? ദുർഗന്ധം വമിച്ചിട്ട് നിൽക്കാൻ പറ്റുമോ അതിന്റെ അടുത്ത്? അത് വളരെയധികം മോശമായി തീരുന്നത് പോലെ മൂല്യമില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേടുവന്ന മുട്ട പോലെയാണ്. അതുകൊണ്ട് മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പോകേണ്ടവരായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇന്ന് മനുഷ്യന് വല്ല വിലയുമുണ്ടോ സഹോദരങ്ങളെ? സഹീർ ഷെയ്ഖ് എന്ന് പറയുന്ന 70 വയസ്സുള്ള പാവപ്പെട്ട മനുഷ്യൻ കഴിഞ്ഞ ദിവസം ബീഫ് കൈവശം വച്ചു എന്ന ഒരൊറ്റ കുറ്റത്തിന്റെ പേരിൽ ക്രൂരമായ പീഡനത്തിന്റെ വിധേയമായി അദ്ദേഹത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ചവിട്ടേറ്റു. അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ വലിച്ചു കീറി. വളരെ പ്രയാസത്തോടു കൂടിയിട്ട് ആ മനുഷ്യൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. 30,000 രൂപ കൈക്കൂലി ചോദിച്ചപ്പോ കൊടുക്കാനില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ പാവപ്പെട്ട മനുഷ്യൻ മുസ്ലിം നാമധാരിയായതുകൊണ്ട് അദ്ദേഹത്തെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയപ്പോ അദ്ദേഹത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ചവിട്ടിയിട്ട് ആന്തരികമായ അവയവങ്ങൾക്ക് പോലും കേടുവന്ന രൂപത്തിൽ പ്രയാസപ്പെടുത്തിയപ്പോ, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇവിടെ വല്ല വിലയുമുണ്ടോ? പശുവിന് നൽകുന്ന വില പോലും മനുഷ്യനില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇനി ഇവിടെ അഖ്ലാഖുമാരുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കിരാതമായ അക്രമങ്ങൾക്കെതിരെ, ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ ശക്തമായി നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. ബംഗാളിലെ മുസ്ലിമീങ്ങൾ ഈ പെരുന്നാൾ സുദിനത്തിൽ 14 വയസ്സ് കഴിഞ്ഞ മൃഗങ്ങളെ മാത്രമേ അറുക്കാൻ പാടുള്ളൂ എന്ന് നിയമം കൊണ്ടുവന്നപ്പോ, അഥവാ ഒരു മൃഗം അതിന്റെ ഒന്നിനും പറ്റാത്ത രൂപത്തിലേക്ക് വയസ്സായിട്ട് ഒന്നിനും പറ്റാത്ത രൂപത്തിലേക്ക് വരുമ്പോ അതിനെ മാത്രമേ അറുക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം കൊണ്ടുവന്നപ്പോ, ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മൃഗത്തെയായിരിക്കണം അറുക്കേണ്ടത്. ശാരീരികമായ ന്യൂനതകളില്ലാത്തതായിരിക്കണം. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മുസ്ലിമീങ്ങൾ അവര് പ്രതിജ്ഞയെടുത്തു, ഈ കൊല്ലം പെരുന്നാളിന് ആടിനെ അറുക്കാമെന്ന്. പള്ളിയിൽ നിന്നുകൊണ്ട് ഇമാമുമാർ പ്രസംഗിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ ഇൻഫ്ലുവൻസുമാര് അവര് പ്രത്യേകമായിട്ട് അതിനെ പറ്റിയുള്ള പ്രചാരണം നടത്തിയപ്പോൾ ബംഗാളിലുള്ള മുസ്ലിമീങ്ങൾ തീരുമാനിച്ചു, ഈ പെരുന്നാളിന് ഇനി ആടിനെ അറുക്കാമെന്ന്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരായ ഗ്രാമീണരായ ആളുകൾ, ഹിന്ദുക്കളായ പാവങ്ങളായ ആളുകൾ, അവര് കർഷകരാണ്, അവര് പശുക്കളെ വളർത്തുന്നവരാണ്. അവര് പ്രയാസപ്പെട്ട സമയത്ത് തെരുവിലേക്ക് അവർ സമരവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുപോലെ ഇത്തരത്തിലുള്ള
രീതിയിലുള്ള വർഗീയമായ അക്രമങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ വരുമ്പോൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ടതിന്റെ സമയം വളരെ വിദൂരമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാനുഷികമായ മൂല്യങ്ങൾ, ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആ വാക്കിന് വലിയ പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട്. ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ വെച്ചുകൊണ്ട് അത്തരം മാനുഷികമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പ്രസംഗം നടത്തിയത്. അതുപോലെ തന്നെ സാമ്പത്തികമായ ചൂഷണങ്ങൾക്കെതിരെ അന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാഷണം നടത്തി. ധനം കയ്യിലുള്ള ആളുകൾ, പാവങ്ങളായ ആളുകളെ ചൂഷണം ചെയ്യുന്ന ആ അടിമത്ത സംസ്കാരം, മുതലാളിത്ത സംസ്കാരത്തിനെതിരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശബ്ദമുയർത്തി. സാധുക്കളായ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ സ്ത്രീകളായ ആളുകളോട് നിങ്ങൾ വളരെ നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ആ മാനുഷികമായ മൂല്യങ്ങൾ, കടമകളും കടപ്പാടുകളും സമൂഹത്തോട് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് ഈ ഹജ്ജത്തുൽ വിദാഇന്റെ ഓർമ്മ ദിനത്തിൽ പ്രിയപ്പെട്ടവരെ, അറഫ സംഗമം നമ്മിലേക്ക് കടന്നു വരുന്ന ഈ സമയത്ത് അതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് നമ്മൾ ബോധവാന്മാരാകണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ദിവസത്തെ പോലെ മറ്റൊരു ദിവസവുമില്ല. വഇന്നഹു ലമജ്മഉൻ അദീം വമൗഖിഫുൻ ജസീർ യജ്തമിഉ ഫീഹി ഖിയാറു ഇബാദില്ലാഹിൽ മുഖ്ലസീൻ വഹവാസുഹുൽ മുഖറബൂൻ വഹുവ അഅ്ലമു മജാമിഇദ് ദുനിയാ. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഇതുപോലെയുള്ള ഒരു ദിവസം ലോകത്തില്ല. ലോകത്തിന്റെ നിഖില മേഖലകളിൽ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾ അറഫ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ഭൂമിയിലേക്ക് വരികയാണ്. മക്കയിൽ നിന്ന് 22 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിക്കേണ്ടതുള്ള ആ ഭൂമി നേരെ പോവുകയാണെങ്കിൽ ഹറമിൽ നിന്നുകൊണ്ട് 18 കിലോമീറ്റർ അത്രയും ദൂരമുള്ള ആ പുണ്യഭൂമി, 10 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ വീതിയുമുള്ള ആ പുണ്യഭൂമിയിൽ ജബലുർ റഹ്മ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ കുന്നിന്റെ ചാരത്ത് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾ ഒരുമിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് പടച്ച തമ്പുരാൻ ആ ദുആഇനെ തട്ടിക്കളയില്ലെന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ജനങ്ങൾ അറഫയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ദ്വാരക്കുന്ന സമയത്ത് മഹാനവറുകൾ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയല്ലേ, ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ദാനിക്ക് അഥവാ ഒരു ദിർഹമിന്റെ 1/6 വരുന്ന അത്രയും ഭാഗം അഥവാ അത്രയും ചെറിയ സംഖ്യ ഇത്രയും ആളുകൾ കൂടിയിട്ട് ഒരു ധനികനായ മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ അയാൾ നൽകില്ലേ? അപ്പൊ പറഞ്ഞു, അയാൾ നൽകും, അതിനെന്താ സംശയം? എന്നാൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ നിഖില മേഖലകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരുമിച്ച് കൂടിയിട്ട് പടച്ചവരോട് പൊറുക്കലിനെ ചോദിക്കുമ്പോ അല്ലാഹുവിന് ആ പൊറുക്കൽ കൊടുത്തു കൊടുക്കുക എന്ന് പറയുന്ന ആ കാര്യം ഇത്രയും നിസാരമാണെന്ന് മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ദിവസം വരുന്ന സമയത്ത്, അറഫ ദിനം വരുന്ന സമയത്ത്, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദുൽഹിജ്ജ 9 ഏത് നാട്ടിൽ എങ്ങനെയാണോ അതുപോലെയാണ് ദുൽഹിജ്ജ 9 ആയിട്ട് ആചരിക്കേണ്ടത്. മക്കയിൽ നിലാവ് കണ്ടതനുസരിച്ചുകൊണ്ട് അവിടെ അത് നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നമ്മൾ നോമ്പ് പിടിക്കേണ്ടത്. അതേ സമയത്ത് അറഫയിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ആ ദിവസത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കി അന്നും കൂടെ നോമ്പ് നോക്കുകയാണെങ്കിൽ ശ്രേഷ്ഠമാണ് എന്ന് മഹാത്മാക്കൾ പറഞ്ഞതായിട്ട് കിതാബുകളിൽ കാണാവുന്നതാണ്. ആ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹു
വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു വ യുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ 100 പ്രാവശ്യം സുബ്ഹിയുടെയും മഗ്രിബിന്റെയും ഇടയിൽ ചെല്ലൽ വളരെയധികം ശ്രേഷ്ഠമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. മഹാനായ അംർ ഇബ്നുൽ അസ് റളിയല്ലാഹു അൻഹു അവരിൽ നിന്നുകൊണ്ട് രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ആ ദിവസത്തിൽ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ, അറഫ നോമ്പിനെ പറ്റി റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഫഖാല യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെ ദോഷത്തെയും അല്ലാഹു തആല പുറത്തു കൊടുക്കും. അഥവാ 2 വർഷം എന്ന് പറഞ്ഞാൽ 700 ദിവസത്തെ ദോഷം അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധമായ ദിനരാത്രങ്ങൾക്ക് വരുന്ന സമയത്ത് അതുപോലെ ഓരോ ദിവസവും ഹാജിമാരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ആ ദിവസങ്ങളിലൊക്കെ നമ്മളും അള്ളാഹുവിലേക്ക് കൂടുതലായി ഇബാദത്ത് കൊണ്ട് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസം മുതൽ സുബഹി കഴിഞ്ഞാൽ ഓരോ നമസ്കാരം കഴിഞ്ഞാലും തക്ബീറുണ്ട്, അത് പ്രത്യേകമായിട്ട് ചെല്ലുക. അതുപോലെ മൃഗങ്ങളെ കാണുമ്പോൾ ഉദ്ഹിയത്തിന്റെ മൃഗങ്ങളെ കാണുന്ന സമയത്ത് തക്ബീർ ചെല്ലുക. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് ഒരു ഉദ്ഹിയത്തിന്റെ ഒരു പ്രാധാന്യം നമ്മുടെ നാട്ടിലൊക്കെ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ചെറിയ സംശയം. പല സ്ഥലങ്ങളിലും ഉദ്ഹിയത്തിന്റെ ചർച്ചകളും അതുപോലെ ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട് എല്ലാവരും തിരക്കുകളിലാണ്. അത്തരത്തിലൊരു ചൂട് കുറച്ച് കുറവ് ഉണ്ടോ എന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴെങ്ങനെ തോന്നാണ്. കാരണം ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലങ്ങളിലൊക്കെ പള്ളികളിലൊക്കെ എപ്പോഴും ഉദയത്തുമായി റീച്ച് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ എല്ലാവരും. അപ്പൊ നമ്മൾ ആ ഒരു ഇതിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൃഗങ്ങളെയൊക്കെ വാങ്ങാത്തവരൊക്കെ വാങ്ങി നല്ല മൃഗങ്ങളെ നോക്കി വാങ്ങുക. അതുപോലെ തന്നെ ഉദയത്തിന്റെ മൃഗങ്ങളെ നല്ല രൂപത്തിൽ പരിചരിക്കുക, നന്നായിട്ട് അതിന് ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, നല്ല രൂപത്തിൽ ആദരിക്കുക. അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഉദയത്തിന്റെ മൃഗങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് കല്യാണത്തിന് പുതിയാപ്പിളരെ കൊണ്ടുവരുന്ന പോലെ എല്ലാവരും കുറെ ചെറുപ്പക്കാരെ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് വണ്ടിയിൽ ലൈറ്റും ഹോണൊക്കെ അടിച്ച് നാട്ടുകാരെ മുഴുവൻ കാണിച്ചുകൊണ്ട് എന്നിട്ടോ ഈ ഉദയത്തിന് അറക്കണം അവിടെ പോത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മള് പൊങ്ങച്ചം കാണിക്കുന്ന ആ ഒരു രൂപത്തിലേക്ക് ഉദയത്തെ കർമ്മം നമ്മൾ പോകാതെ ശ്രദ്ധിക്കുക. അതുപോലെ സജീവമായിട്ട് നാട്ടിലെ ചെറുപ്പക്കാരും പ്രായമുള്ളവരും എല്ലാവരും ഉദ്ഹിയത്തിന്റെ ആ കാര്യങ്ങളൊക്കെ സജീവമായിട്ട് ഇടപെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.